ഇപ്പൊ റീസെന്റ് നടന്നൊരു സ്കാമാണ് ബില്യൺ ബീസ് എന്ന കമ്പനി, തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഒരുപാട് പേര് ചെന്ന് എത്തി നിൽക്കുന്ന ഒരു കൺഫ്യൂഷൻ പോയിന്റ് ഉണ്ട്. അതായത് ഏത് ഫേക്ക് അല്ലെങ്കിൽ ഏത് ജെനുവിൻ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഇതിനെപ്പറ്റി ലിബിൻ എന്താണ് ഒരു അഭിപ്രായം? നമ്മളുടെ ഒരു 5-6 വർഷത്തെ ഒരു ട്രേഡിംഗ് എക്സ്പീരിയൻസിൽ ഒരുപാട് സ്കാം പ്രോജക്റ്റുകളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൽ പല രീതിയിലെ കാര്യങ്ങളുണ്ട്. ആളുകൾക്ക് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിലുണ്ട്. നല്ല കമ്പനീസും ഉണ്ട്, ഫേക്ക് ആയിട്ടുള്ള കമ്പനീസും ഉണ്ട്. അപ്പൊ അതിനെ എങ്ങനെ നമ്മൾക്ക് തരംതിരിച്ച് കാണണം എന്നുള്ളതിലാണ് ആളുകൾക്ക് നോളജ് ഇല്ലാത്തത്. ആ നോളജ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ ഇതിന്റെ എല്ലാ രീതിയിലെ കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു 5-6 പോയിന്റുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഫേക്ക് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ തിങ്ക് 4K പേജിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനു മുമ്പ് ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് പോവാം അല്ലെ? അവിടെ ഇപ്പോൾ സംസാരിച്ച കമ്പനി ബില്യൺ ബീസ് എന്ന് പറയുന്ന തൃശ്ശൂർ ഇരിങ്ങാലക്കുട ആസ്ഥാനമാക്കി പ്രവർത്തിച്ചുകൊണ്ട് പോയിരുന്ന ആ ഒരു ഫേമിന്റെ ഇപ്പൊ നടന്നിരിക്കുന്ന തട്ടിപ്പ് അതിൽ കണ്ടെത്തിയിരിക്കുന്നത് 130 അല്ലെങ്കിൽ 150ഓളം കോടി രൂപയുടെ ഒരു തട്ടിപ്പായിട്ടാണ് അത് വരുന്നത്. മേ ബി അതിൽ കൂടിയേക്കാം എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ പല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിലൊരു 32ഓളം ആളുകൾ കംപ്ലൈന്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തട്ടിപ്പ് പുറത്തേക്ക് വന്നതും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ അറിഞ്ഞതും. അറൗണ്ട് ഏകദേശം അവരുടെ വാഗ്ദാനം എന്ന് പറയുന്നത് പല പ്രൊജക്റ്റുകളുണ്ട്, പല രീതിയിലുണ്ട്, അവർക്ക് പല ഇൻവെസ്റ്റ്മെന്റുകൾ അവർ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ വാഗ്ദാനം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം 30,000 രൂപ എല്ലാ മാസവും ഫിക്സഡ് ആയിട്ട് കിട്ടും എന്നുള്ള രീതിയിലാണ് അവർ പലരോടും വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം തന്നെ നമ്മൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റിലേ ഉള്ള നമുക്കൊരു കാര്യം പറയാൻ വേണ്ടി പറ്റും. ഒരിക്കലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഫേംസിന് മാത്രമേ ആളുകളിൽ നിന്ന് ഫണ്ടിങ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിങ് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ ഭൂരിഭാഗം കമ്പനികൾക്ക് അധികാരമില്ല. പല ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് നിധി ലിമിറ്റഡ് കമ്പനീസ് ഉണ്ട്. അങ്ങനെയുള്ള കമ്പനികൾക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്രൗഡ് ഫണ്ടിങ് നടത്താനും അതിന്റെ ഒരു ഇയർലി 7%, 8% ഒക്കെ റിട്ടേൺ ഒക്കെ കൊടുക്കാനൊക്കെയുള്ള അധികാരമുള്ളത്. പക്ഷെ ആളുകളിൽ നിന്ന് ഒരു റെഗുലേറ്ററി ഫേംസിന്റെ അണ്ടറിൽ വരാതെ, ഒരു രജിസ്ട്രേഷനും ഇല്ലാതെ, ഒരു വാലിഡ് സർട്ടിഫിക്കേഷനും ഇല്ലാതെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒക്കെ പെർമിഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്രൗഡ് ഫണ്ടിങ് നടത്താൻ വേണ്ടിയിട്ട് ഈ കമ്പനിക്ക് അധികാരമില്ലായിരുന്നു. പക്ഷെ പബ്ലിക്കിന് അത് അറിയില്ല എന്നുള്ളത് കൊണ്ട് റീസെന്റ് വേറൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, SBIയുടെ ബോർഡൊക്കെ വെച്ചിട്ട് വേറെ എവിടെ ഒരു തട്ടിപ്പ് കാര്യങ്ങളൊക്കെ നടത്തിയതൊക്കെ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല. ആ ബോർഡൊക്കെ കണ്ടിട്ട് നേരെ പോയി ട്രസ്റ്റഡ് ആയിട്ട്. അത് പിന്നെ വേറെ സിനാരിയോ. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രൗഡ് ഫണ്ടിങ് നടത്താനുള്ള ഒരു അധികാരം ആ കമ്പനിക്ക് ഇല്ലായിരുന്നു. പക്ഷെ ആളുകൾക്ക് അത് അറിയില്ല, വഞ്ചിതരായപ്പെടും എന്നുള്ളത് ആളുകൾക്ക് അറിയില്ല. അങ്ങനെയാണ് ആളുകൾ പെട്ടുപോയത്. അറിയില്ല എന്ന് പറഞ്ഞു, അത് ശരി തന്നെയാണ്. പക്ഷെ ഒരു പക്ഷേ ഓൾമോസ്റ്റ് ആൾക്കാരും ബിഹൈൻഡ് ദ സീൻ കുറെ കാര്യങ്ങളുണ്ട്. ഒരു കമ്പനി എങ്ങനെയാണ് ഒരു ജെനുവിനിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മിക്ക ആൾക്കാർക്ക് അതിനുള്ള നോളജ് പ്രോപ്പർ ആയിട്ട് കിട്ടാൻ പറ്റിയ ഒരു സോഴ്സ് ഇല്ല. ആക്ച്വലി എന്തൊക്കെയാണ് ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഏതാണ് ഫേക്ക്, പറഞ്ഞ പോലെ ജെനുവിനിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം പോയിന്റ്സുകൾ ഉണ്ടാവുമല്ലോ. എങ്ങനെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം നല്ലൊരു കമ്പനി അല്ലെങ്കിൽ നല്ലൊരു പ്രൊജക്ട്? സോ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഒരു 5-6 കാര്യങ്ങളുണ്ട്, എന്നാലും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഫണ്ടിന് തേർഡ് പാർട്ടിക്ക് ആക്സസ് ഉണ്ടാവരുത്. അതായത് ലിബിന്റെ ഫണ്ടിന്റെ ആക്സസ് മൊത്തം ലിബിന് മാത്രമായിരിക്കണം. ലിബിൻ ഒരു ട്രേഡിംഗ് ഫേമിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊജക്ട് റിലേറ്റഡ് ആയിട്ട് പോകുന്ന സമയത്ത്, ഇനി എന്തും ആയിക്കോട്ടെ, ലിബിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് എവിടെയാണോ ഉള്ളത് അത് എനി ടൈം ലിബിന് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റണം. അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒന്നുകൂടെ പറയാം, ലിബിന് മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റുള്ളൂ, ലിബിന് മാത്രമേ ആസ് എ കസ്റ്റമർ വിഡ്രോ ചെയ്യാനും പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ. ലിബിന്റെ ഫണ്ടിന്റെ ആക്സസ് ഒരിക്കലും ആർക്കില്ല, ഒരു തേർഡ് പാർട്ടിക്ക് ഇല്ല എന്നുള്ളൊരു കണ്ടീഷൻ വരുന്നുണ്ടെങ്കിൽ ശരിക്കും
അതാണ് ഏറ്റവും ബെറ്റർ. അതാണ് ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ്. പക്ഷെ ഇപ്പൊ ബില്യൺ ബീസ് എന്ന് പറയുന്ന കമ്പനിക്ക്, ആ കമ്പനിയിലേക്കാണ് ആ ഒരു ക്യാപിറ്റൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തത്, ആ കമ്പനിക്കാണ് ആ ക്യാപിറ്റലിൽ പൂർണ്ണമായിട്ടുള്ള അധികാരം ഉള്ളത്. അതുകൊണ്ട് ആ കമ്പനി വിചാരിക്കുന്ന സമയത്ത് അത് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടിയ ഫണ്ട് എടുത്തിട്ട് ഏതൊരു കമ്പനിക്കും പോകാൻ വേണ്ടി പറ്റുമെന്നിരിക്കെ ആളുകൾ അത് റിസ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫണ്ടിന്റെ ആക്സസ് ആർക്ക് തന്നെ ആയിരിക്കണം? നമ്മൾക്ക് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവയെ നമ്മൾ ഏത് പ്രൊജക്ട് റിലേറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള നടന്നിട്ടുള്ള സ്കാം പ്രൊജക്ടിലെല്ലാം ഇങ്ങനെ ഇപ്പൊ റീസെന്റ് നടന്ന MTF എന്ന് പറയുന്ന ഒരു സ്കാം, MTF അങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഫണ്ട് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് തേർഡ് പാർട്ടി സൈറ്റ് ആണ്. അതെ, തേർഡ് പാർട്ടി സൈറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവരൊരു ദിവസം അതൊക്കെ വിഡ്രോ ചെയ്യണമെങ്കിലും ഡെപ്പോസിറ്റ് എല്ലാത്തിനും അവരുടെ ഒരു പെർമിഷൻ നമുക്ക് വേണം. അതെ, അണ്ടർ കൺട്രോൾ, നമ്മുടെ അണ്ടർ കൺട്രോൾ അല്ല ഒരിക്കലും. അതെ അതെ. അപ്പൊ അങ്ങനെ ഇല്ലാത്ത സാഹചര്യമാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ GST സർട്ടിഫിക്കറ്റ്സ്, കമ്പനി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ബ്രോക്കർ റിലേറ്റഡ് ആയിട്ടാണ് അവർ, പ്രൊഫഷണൽ രീതിയിലാണ് അവർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബ്രോക്കറിൻ്റെതായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്സോ രേഖകളോ കാര്യങ്ങളോ അവരുടെ ഓഫീസുകളിലോ അല്ലെങ്കിൽ വെർച്വലായിട്ടോ അവർക്ക് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ എന്ത് വിശ്വസിച്ചാണ് ആളുകൾ ഫണ്ട് ഇടുന്നത് എന്നുള്ളത് സ്വയം ചോദിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ചോദിക്കുകയാണ്. ഇപ്പൊ ഐഡ എന്തെങ്കിലുമൊക്കെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിരുന്ന ഡൗട്ടുകൾ, കഴിഞ്ഞ പാസ്റ്റ് ഇയേഴ്സിൽ നമ്മുടെ പെർഫോമൻസ് എന്തായിരുന്നു, ഒരു 6 മാസത്തെ PNL ഒരു ട്രേഡിംഗ് കമ്പനിയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 5-6 മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്സ്, അതിപ്പോ ഫോറക്സ് ആയിക്കോട്ടെ, ഇന്ത്യൻ മാർക്കറ്റ് ആയിക്കോട്ടെ, ക്രിപ്റ്റോ ആയിക്കോട്ടെ, ഏതിലും അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള രേഖകൾ ഒരു 5-6 മാസം പോട്ടെ, ഒരു വർഷമെങ്കിലും, ഒരു പ്രൊഫഷണൽ രീതി എന്ന് പറയുന്നത് ഇയർലി PNL ആണ്. അപ്പൊ ഒരു വർഷത്തെ PNL എങ്കിലും കണ്ടുകൊണ്ട് മാത്രം ആ ഒരു കമ്പനീനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ആളുകൾ ബ്ലാങ്ക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഫണ്ട് ലോസ് ആയി പോകുന്നത്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, റെഫറൽ ഇൻകം കൂടുതൽ മുൻഗണന നൽകി പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് കമ്പനീസ് ആണ്. മീൻസ് അങ്ങനെയുള്ള ഒരുപാട് കമ്പനീസ് ഓൾറെഡി ഉണ്ട്, നിലവിലുണ്ട്. അങ്ങനെയുള്ള കമ്പനികളെ പറ്റി എന്താണ് അഭിപ്രായം? ഒരു സ്കാം ആവാനുള്ള ചാൻസ് ഇല്ല? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ട്രേഡ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന കമ്പനികൾ ഒരു MLM മോഡലിലുള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. അതായത് എന്താ പറയാ, ഇപ്പോ MLM എന്ന് പറയുമ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ ഡയറക്ട് സെല്ലിങ്ങിന്റെ അണ്ടറിൽ വരുന്ന ഒരു സിസ്റ്റമാണ്, ഒരു പ്രൊമോഷൻ രീതിയാണ്. അപ്പോ അതിന് പല സ്ട്രക്ചറുകൾ, പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൈനറി, ട്രൈനറി, സൺഫ്ലവർ, അങ്ങനെ ഒരുപാട് പേര് വിവരിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡയറക്ട് സെല്ലിംഗ് ഗവൺമെന്റ് അംഗീകരിച്ചുകൊണ്ട്, ഇപ്പൊ കേരള ഗവൺമെന്റ് അടക്കം അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതില് ഗവൺമെന്റ് അംഗീകരിച്ച ഒരു മാർക്കറ്റിംഗ് രീതിയാണ് MLM. പക്ഷെ MLM മാർക്കറ്റിങ്ങിനെ അഥവാ ആ ഒരു സ്ട്രക്ചറിനെ ഇങ്ങനെയുള്ള മണി ചെയിൻ കമ്പനികളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഫണ്ട് റോളിങ്ങിന് വേണ്ടി മാത്രമായിട്ട്. MLM എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും അതിൽ, അതാണ് അങ്ങനെങ്കിൽ മാത്രമേ അത് ഒരു MLM ഡയറക്ട് സെല്ലിംഗിലേക്ക് വരത്തുള്ളൂ. ഫണ്ടിന്റെ കാര്യങ്ങൾ മാത്രം റോൾ ചെയ്ത് പോകുമ്പോൾ അത് മണി ചെയിൻ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഈ പറയുന്ന തേർഡ് പാർട്ടിയിലേക്ക് ഫണ്ട് സ്വീകരിക്കുകയും തേർഡ് പാർട്ടിക്ക് അതിന്റെ നമ്മുടെ ഫണ്ടിനുള്ള മൊത്തം ആക്സസ് കിട്ടുകയും, എന്നാൽ അവർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് റെഫർ ചെയ്തിട്ട് ആളുകളെ വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്താൽ ഇത്ര അധികം ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് ഓഫ് ഇൻകം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അതെ, അത് ആ പ്രോഫിറ്റിനേക്കാൾ ഉപരി അവർ റെഫറൽ ഇൻകത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രൊജക്ടിനെ നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അവർ ചെയ്യുന്നത്. കാരണം പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലേ ആ ഒരു സ്ട്രക്ചറിൽ മുന്നോട്ട് പോകേണ്ട അധികാരം ഇന്ത്യൻ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളൂ. ഡയറക്ട് സെല്ലിംഗ് റൂൾസ് 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള റൂൾസ് പ്രകാരം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതെന്താണ് പൂർണ്ണമായും നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഐഡിയ തന്നെയാണെന്ന് തോന്നുന്നു, എന്നോട് അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു FBയിലൊക്കെ ഒരു കസ്റ്റമർ, അതെന്തായിരുന്നു സംഭവം? ആക്ച്വലി അത് ഒരു ടെലഗ്രാം സ്കാം ആണ്. ആക്ച്വലി അത് ഒരു ലേഡിയാണ്, പ്രത്യേകിച്ച് IDയിൽ വേറെ അധികം ഒന്നും ഇല്ല, ന്യൂസിലാൻഡിൽ അവിടെ FBയില് ആ ലേഡി ത്രൂ വന്നിട്ടുള്ള ഒരു, അതായത് ഫ്രണ്ട്, ഫേസ്ബുക്കിലുള്ള ഒരു ഫ്രണ്ടാണ് ഈ പറഞ്ഞ എന്റെ ക്ലൈന്റ് ആണ്. പുള്ളിക്കാരനോട് ഇത്ര ഫണ്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര പ്രോഫിറ്റ് തരാന്ന് പറഞ്ഞു. ആദ്യം ചെറിയൊരു എമൗണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 10,000 സംതിങ് അത്ര എന്തോ ആണ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കൊടുത്തു. അതെ, ഒരു നിശ്ചിത എമൗണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ അതൊരു എന്താ പറയുക ട്രസ്റ്റ് ആയി. എഗെയിൻ കുറച്ചും കൂടെ കൂടുതൽ ഫണ്ട് ഇട്ടു, ഏകദേശം 30,000 അടുത്ത് ഇട്ടു.
അഗെയിൻ അതിനും കിട്ടി കുറച്ച് പ്രോഫിറ്റ് ആയി. എന്താ പറയാ, ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് ആണ് ആക്ച്വലി നടന്നത്, ഒരു പ്രോസസ്സിങ് ശരിക്കും പറയാം. അതിനുശേഷം പറഞ്ഞത് 4 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം ആ ഒരു ബിഗ് എമൗണ്ടിലേക്ക് പോയി. പുള്ളി അത് ഇട്ട് കഴിഞ്ഞിട്ട് അത് നടന്നു. മീൻസ് അതിൽ ട്രേഡിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഒരു സൈറ്റ് കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ട്രസ്റ്റ് പുള്ളിക്കാരന് കൊടുത്തു. എന്നിട്ട് ശരിക്കും ഒരു സൈറ്റാണ്, ആ സൈറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റും ട്രേഡിങ് നടക്കുന്നതും കാര്യങ്ങളും. ഇത്ര പ്രോഫിറ്റ്, എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8-9 ലക്ഷം രൂപ ഇട്ടു. പ്രോഫിറ്റ് ആയിട്ട് അവിടെ വന്നത്, അവരുടെ സൈറ്റ് വന്നത് 88 ലക്ഷം രൂപയാണ്. അപ്പോൾ വിഡ്രോ ചെയ്യണമെങ്കിൽ അതിന്റെ 40% ടാക്സ് ഇവർക്ക് പേയ്മെന്റ് ചെയ്ത്, അതായത് ഇവർ പറയുന്ന അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് ചെയ്താലേ അത് വിഡ്രോബിൾ ആവത്തുള്ളൂ. അതായത് 88 ലക്ഷം വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് പ്രോപ്പറായിട്ട് നടന്നത്. അപ്പൊ ഇയാൾക്കൊരു ഡൗട്ട് തോന്നി. അങ്ങനെയാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ അത് ലീഗലി മുന്നോട്ട് പോവാണ്. ഇപ്പം അവര് ബ്ലോക്ക് ചെയ്തു ഇവരെ. ഫുള്ള് ടെലഗ്രാം വഴിയാണ് പേജസും കാര്യങ്ങളും. എനിക്ക് ഓർമ്മയുണ്ടായിട്ട് അത് കാണിച്ചത് ലൈക്ക് നമ്മുടെ ക്രിപ്റ്റോ ബിനാൻസിന്റെ പോലെയുള്ള ഒരു സൈറ്റ് റെപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് അവര്, നമ്മൾ പോലും കണ്ടു കഴിഞ്ഞാൽ ഇത് എക്സ്ചേഞ്ച് എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന രീതിയിലായിരുന്നു ആ ഒരു സൈറ്റിന്റെ നിർമ്മാണം. പക്ഷെ ആ സൈറ്റിലെടുത്ത ട്രേഡേ ഒരു ഫേക്ക് ട്രേഡ്സ്. പക്ഷെ അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ട്രേഡേഴ്സിന് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ മിക്ക ആൾക്കാരും പെടുന്നത് ഒരു ട്രേഡേഴ്സ് അല്ല. മിക്ക ആൾക്കാരും ഇതിനെപ്പറ്റി വലിയ നോളജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഫ്രഷർ ആയിട്ട് ഈ ഒരു മാർക്കറ്റിലേക്ക് വരുന്ന ആൾക്കാരാണ് മെജോറിറ്റി ഒരു പർട്ടിക്കുലർ സ്കാമിന് പെട്ട് പോകുന്നത്. അല്ല, അപ്പൊ നോക്കിക്കഴിഞ്ഞാല് ആ ഒരു ഇതിൽ ട്രേഡേ റൺ ചെയ്തിട്ടില്ല, അവരത് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയ സൈറ്റ് ആണ്. വെറുതെ ഒരു വെർച്വൽ അസിസ്റ്റന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ എൻട്രീസ് പ്രോഫിറ്റ് അവരെ കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ 40% ബിഗ് എമൗണ്ട് അവർ പ്രോഫിറ്റ് എടുത്തതായിട്ട് കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ 40% വീണ്ടും കസ്റ്റമർ എടുക്കുന്ന വാങ്ങിക്കാനും ലൂട്ട് ചെയ്യാനുള്ള ഒരു കളിയാണ് അവർ കളിച്ചത്. പക്ഷെ അതിനുശേഷം നോക്കിക്കഴിഞ്ഞാല് പിന്നെ അത് കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് പിന്നെ ലീഗലി അതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ. പക്ഷെ അത് കുറച്ച് ടഫാണ്, അറിയാലോ. ടെലഗ്രാം വഴി നമുക്കൊന്ന് എന്തെങ്കിലും ഒരു സ്കാം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ട്രാക്ക് ചെയ്യാൻ നല്ല പാടാണ്. പക്ഷെ അതില് വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റും അത് തന്നെയാണ്. ടെലഗ്രാമിലൂടെ മാത്രം കോൺടാക്ട് ചെയ്യുക, FB ഇൻസ്റ്റയിൽ മാത്രം മെസ്സേജ് അയച്ച് ഡീൽ ചെയ്യുക, ഫോൺ നമ്പറോ വാട്സപ്പ് നമ്പറോ ഫിസിക്കൽ ആയിട്ടുള്ള ഓഫീസ് അഡ്രസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം പേജസ് ഇതൊന്നും പ്രൊവൈഡ് ചെയ്യാതിരിക്കുക. ഇനി പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം പേജുകളിലും ചാനലുകളിലും ആ ഫൗണ്ടേഴ്സിന്റെ വീഡിയോസോ ഫേസോ കാര്യങ്ങളോ ഒന്നും തന്നെ റിവീൽ ചെയ്യാതിരിക്കുക. ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ലൈക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ ചെയ്തുകൊണ്ടാണ് അവരത് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഒരിക്കലും മെസ്സേജുകളിലൂടെ മാത്രമുള്ള കോൺവെർസേഷൻ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. അതിനിപ്പോ എന്ത് വീഡിയോ റെക്കോർഡിങ്സ് എന്ത് പ്രൂഫ് അയച്ചു തന്നു കഴിഞ്ഞാലും മെസ്സേജ്, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം മെസ്സേജ്, ഫേസ്ബുക്ക് മെസ്സേജിലൂടെ മാത്രം നമ്മൾ ഒരു വ്യക്തിനെയോ കമ്പനിനെയോ ട്രസ്റ്റ് ചെയ്യരുത്. അവരുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും നോക്കി അവരെ വിലയിരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ സംസാരിച്ചിട്ടുള്ള 5 പോയിന്റുകൾ ഉണ്ട്. അപ്പൊ ഈ 5 പോയിന്റുകൾ ആസ് എ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നല്ലൊരു സർവീസ് ഒക്കെ സെർച്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും, നിങ്ങൾ ഒരു സ്കാം പ്രൊജക്റ്റുകളിലും ഇൻക്ലൂഡഡ് ആകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഈ 5 കാര്യങ്ങൾ എല്ലാം ഓക്കെ ആണെങ്കിൽ അത് നല്ലൊരു പ്രൊജക്റ്റ് ആയിരിക്കും, നല്ലൊരു കമ്പനി ആയിരിക്കും, നല്ലൊരു സർവീസ് പ്രൊവൈഡർ ആയിരിക്കും ലീഗലായിട്ട് പോകുന്നത്. പക്ഷെ ഇതൊന്നും ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു തട്ടിപ്പ് നടക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ വീഡിയോ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. ഇങ്ങനെയുള്ള ഒരു സ്കാം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജെനുവിൻ ആയിട്ട് നിൽക്കുന്ന കമ്പനികളെ തെറ്റിദ്ധരിക്കുന്ന ആളുകളാണ് ഇഷ്ടംപോലെ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സമൂഹത്തിൽ നടക്കുന്ന അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സ്കാമുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. സോ നമുക്ക് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? അതായത് നല്ല കമ്പനികളെ പോലും സംശയത്തിന്റെ രീതിയിൽ നോക്കി കാണുന്ന ആളുകൾ ഇങ്ങനെയുള്ള സ്കാം പ്രൊജക്ടുകൾ വരുന്ന സമയത്ത്. ഓക്കെ, അങ്ങനെയുള്ള ആളുകളോട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആ ഒരു 5-6 പോയിന്റുകൾ നിങ്ങൾ നോക്കുക. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കമ്പനിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അറിയുന്ന കമ്പനികളിൽ ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമ്പനീനെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് കാര്യം. അത് ജെന്യൂൻ ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമായിരിക്കാൻ സാധ്യതയില്ല. എനിവേ, വേറൊരു കൺഫ്യൂഷൻ പോയിന്റ് ഇതിലുള്ളത്, നമ്മൾക്ക് എന്താ പറയാ, ഒരുപാട് കമ്പനികൾ സർവീസ് കൊടുക്കുമ്പോൾ അക്കൗണ്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓട്ടോമേഷൻ ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ 2 ടൈപ്പ് ഓഫ് സർവീസ് പൊതുവെ കൊടുക്കാറുണ്ട്. ഓട്ടോമേഷൻ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇന്ന് ഒരുപാട് ബോട്ടുകൾ വെച്ചിട്ടുള്ള ട്രേഡിംഗ് ഫെസിലിറ്റി പല കമ്പനികൾ കൊടുക്കുന്നുണ്ട്, ഫോർ കേപ്പ് ഓൾസോ. അപ്പൊ അങ്ങനെയുള്ള കമ്പനികളിൽ നോക്കുന്ന സമയത്ത് പലർക്കും ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിന്റെ ആക്സസ് അവർക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് സംശയം.
ഒരിക്കലും ജെന്യൂൻ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട് മാനേജ്മെന്റ് എന്നുള്ള ഒരു പർപ്പസിലാണ് അത് വരിക. എന്താണ് അക്കൗണ്ട് മാനേജ്മെന്റ്? ഇപ്പൊ ലൈക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള ബ്രോക്കറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, മീൻസ് ഒരു വെർച്വൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട്. ആ ഡിമാറ്റ് അക്കൗണ്ടിന്റെ ആക്സസ് കസ്റ്റമർക്ക് മാത്രമായിരിക്കും. ഇപ്പൊ നമ്മളും അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇടക്കറിയാം നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിന്റെ ആക്സസ് കസ്റ്റമർക്ക് മാത്രമാണ് ഉള്ളത്. അതുവഴി മാത്രമേ ഡെപ്പോസിറ്റ് വിഡ്രോവൽ നടക്കുള്ളൂ. അതിന്റെ പാസ്വേഡ് കാര്യങ്ങൾ എല്ലാം തന്നെ ആയിരിക്കും ഉള്ളത് ആക്സസ് കസ്റ്റമർക്കാണ്, കമ്പനിക്കില്ല. നേരെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ആക്സസ് ആണ് നമുക്കുള്ളത്. ആ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്? ആ പേര് പോലെ തന്നെ ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അല്ലാതെ വിഡ്രോവലോ കാര്യങ്ങളോ ഡെപ്പോസിറ്റ് അതിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ആ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് സംതിങ് ഒരു സോഫ്റ്റ്വെയറിന് അല്ലെങ്കിൽ ഫയലിന് ക്രമീകരിച്ചു കൊടുക്കുന്നതും അവിടെയാണ് ഓട്ടോമേഷനോ അല്ലെങ്കിൽ കോപ്പി ട്രേഡിങ്ങോ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഓക്കെ ജെന്യൂൻ ആണ്, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷെ അവരിൽ നിന്നും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, അവർക്ക് പ്രോപ്പർ പാസ്റ്റ് ഇയേഴ്സിൽ PNL ഉണ്ടോ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആയിട്ട് ഞാൻ വരുന്ന സമയത്ത് എന്നെ പോലെ ഒരു കസ്റ്റമർ കഴിഞ്ഞ ഒരു വർഷം ഈ കമ്പനിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റ് എന്താണെന്നുള്ളത് പ്രൂഫ് നേരിട്ടോ അല്ലാതെയോ നോക്കിയിട്ടും കണ്ടും മനസ്സിലാക്കിയിട്ട് വേണം അവരെ അസോസിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സ്കാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒന്നും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രോക്കറാണ്. ട്രസ്റ്റബിൾ ആയിട്ടുള്ള എല്ലാ രീതിയിലും പേ ഔട്ട് തരുന്ന, മാർക്കറ്റിൽ ഇതുവരെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പോലും ഇല്ലാത്ത, ഒരു ഗാംബ്ലിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ബ്രോക്കറിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചൂസ് ചെയ്യേണ്ടത്. അതിൽ തന്നെ നമ്മൾ ഒരു 90% സക്സസ് ആണ് എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റും ആ ഒരു കടമ്പ കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ആ ഒരു ബ്രോക്കർ ഓക്കെയാണ്, ബാക്കിയുള്ള സർവീസും അവരുടെ പ്രൂഫും കാര്യങ്ങളും സർട്ടിഫിക്കറ്റ്സും ഞാൻ നേരത്തെ പറഞ്ഞ 5 പോയിന്റിലും പെടാത്ത ഒരു കമ്പനിയുമാണ്, ജെന്യൂനിറ്റി ഓക്കെ ആണെങ്കിൽ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ട് അവരുടെ കൂടെ നിന്നിട്ട് ജെന്യൂൻ ആയിട്ടുള്ള ട്രേഡിങ് ചെയ്ത് പോവാം. റിയൽ മാർക്കറ്റിലെ ട്രേഡ്, റിയൽ ആയിട്ട് എടുക്കുന്ന ട്രേഡ് അവർക്ക് കാണാനും ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൂടെ അങ്ങനെയുള്ള കമ്പനികളിൽ, നല്ല കമ്പനികളിൽ അവർക്ക് ഉണ്ടാവും. നേരെ മറിച്ച് മണി ചെയിനോ അല്ലെങ്കിൽ ഫണ്ട് റോളിംഗ് മാത്രം ഫിക്സഡ് ആയിട്ട് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ കൊടുക്കുക, അല്ലെങ്കിൽ നേരെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയാ ക്യാപിറ്റലിന് അവർക്കായിരിക്കും കൂടുതൽ പെർമിഷൻ ഉണ്ടാവുക, കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, പ്രൂഫ് ഉണ്ടാവില്ല, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും മാത്രം മെസ്സേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പനിയില്ല. അത് ഏത് രീതിയാണെങ്കിലും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ എല്ലാവരും ധൈര്യം കാണിക്കണം, അല്ലെ? അതാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ട്രേഡിംഗ് പ്രൊഫഷനിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല രീതിയിൽ പഠിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക, മനസ്സിലാക്കി ചെയ്യുക, ജെന്യൂനിറ്റി ഉറപ്പാക്കിയിട്ട് ചെയ്യുക. അപ്പൊ ആയിരിക്കും ഇനി മുതൽ കേരളത്തിലോ ഇന്ത്യയിലോ ഫണ്ട് ലോസ് ആവാതെ ഇരിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളൊരു ട്രാപ്പിലും പെട്ടുപോകില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം.